വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു യു ആൾ ഫോർ ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഇത് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് TPO എന്ന് പറയുന്ന ഒരു ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ കാൽക്കുലേഷൻ ഫ്യൂച്ചറും സ്പോട്ടിൻ്റെയും ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ്. ഫ്യൂച്ചർ എവിടെയാണ് നിൽക്കുന്നത്, സ്പോട്ട് എവിടെയാണ് നിൽക്കുന്നത്, അതിന് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. കാര്യത്തിൽ ഇതിനകത്ത് ഫ്രഷ് ബയ്യിങ് ഓപ്ഷൻ ബയ്യറിന് കിട്ടില്ല. ഫ്രഷ് ബയ്യിങ് ആരും ബൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫ്രഷ് ബയ്യിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിറച്ച് ഡെഫിനിഷനുണ്ട്. ഓക്കെ, അത് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 13-ാം തീയതിയാണ്, 12-ാം മാസം 2024 രാവിലെ 7:13. ഇത് കണ്ടോ, നോർമലായിട്ടും ഇതേപോലെ ഒരു 13-15-ാം തീയതിയൊക്കെ ആകുമ്പം ബാങ്ക് നിഫ്റ്റി ഞാൻ ഇതുവരേക്കും കണ്ടിട്ടുള്ളതിൽ വെച്ച് അവർ 700-800 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് സ്പോട്ടിന് ഫ്യൂച്ചറിന് വച്ചതിന് ശേഷം മാസം തുടങ്ങുമ്പം പിന്നെ ഈ 15-ാം തീയതി വരുമ്പം അവർ ഈക്വൽ ആയതിനു ശേഷം പിന്നെ ഫ്യൂച്ചർ താഴോട്ട്, അതായത് ഫ്യൂച്ചർ കുറഞ്ഞ പ്രൈസിലും സ്പോട്ട് കൂടിയ പ്രൈസിലും ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ട് മന്ത്ലി കോൺട്രാക്റ്റ് ഇങ്ങനെ വരുന്നത്. ഈ മന്ത്ലി കോൺട്രാക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് അറിഞ്ഞൂടാ മന്ത്ലി കോൺട്രാക്റ്റ് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളത്. ഇതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിറച്ച് ഇൻട്രാഡേ പ്ലെയേഴ്സാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയുന്നില്ല ഇത് എങ്ങനെയാണ് ഇത് വർക്കാകുന്നതെന്നുള്ളത്. ഒരു 90% ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു 85% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ വളരെ കുറവാണ്. അത് എത്ര യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിയാലും എത്ര പേര് എത്ര കാണിച്ചാലും പറഞ്ഞാലും എനിക്ക് എൻ്റേതായ വ്യൂവിലും ഇത് കിട്ടുന്ന ഇൻഫർമേഷൻ അനാലിസിസിൽ കിട്ടുന്നത് ഒരു 85% ആൾക്കാർക്കും എന്താണ് സംഭവം എന്ന് ഇതുവരെയ്ക്കും F&Oനെ കുറിച്ചോ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചോ ഒരു അറിവ് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മളാരും കുറ്റം പറയണ്ട. എനിക്കാവും ഇതുണ്ടോ, നിഫ്റ്റി 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത സ്പോട്ട് 24,548. ഇന്നലെ വീക്കിലി കോൺട്രാക്റ്റ് ഫ്യൂച്ചർ ക്ലോസ് ചെയ്തേക്കുന്നത് 24,648-ലും 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ്. ഇവിടെ 200 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഇവിടെ വീണ്ടും കൊണ്ടുവന്നു ബാങ്ക് നിഫ്റ്റി. ഇന്നലെ കണ്ടപ്പോൾ 130-ഉം 160 പോയിൻറ്റിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പം ഇത് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഏറെക്കുറെ നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വലിയ പ്ലേയേഴ്സ് നിങ്ങൾ പറയുന്ന പോലെ FIIയോ DI അവരുടെ ബാക്കിലൊന്നും പോകണ്ട. നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടും അവർ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. മാർക്കറ്റ് പ്രൊഫൈലിൽ തന്നെ കിട്ടും. സോ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 53,216-ഉം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 53,437. അപ്പോൾ ഏറെക്കുറെ 220-222 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് POC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് 152-ഉം ബാങ്ക് നിഫ്റ്റിക്ക് 560-ഉം. ഓക്കെ, ഇത് രണ്ടും നോക്കിക്കോളൂ. പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇതെങ്ങനെ നോക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സ്പോട്ട് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് സ്പോട്ടിൻ്റെ ലെവൽസ് ഇതൊക്കെയാണ്. അപ്പം 24,700 വരുമ്പോൾ ആ 24,700 എന്ന് പറഞ്ഞ ആ സ്ട്രൈക്ക് പ്രൈസ് CEO PEO ആരാണ് അതിനകത്ത് കൂടുതൽ പവർ കാണിക്കുന്നതെന്നുള്ളത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയുകയാണ്, 24,700 വരുമ്പോഴത്തേക്കും ആ ലെവല് നമുക്ക് 152 എന്ന് പറയുന്ന ആ പ്രൈസ് ലെവല് എങ്ങോട്ടാണ് കൂടുതൽ നിൽക്കുന്നത്, P സൈഡിലാണോ നിൽക്കുന്നത് അല്ല പവർ C സൈഡിലാണോ നിൽക്കുന്നത് എന്നുള്ളത് നോക്കുക. C സൈഡിലാണെന്നുണ്ടെങ്കിൽ C സെല്ലേഴ്സ് അവിടെ പേടിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല അവർ പേടിച്ചിട്ടില്ല. കാര്യത്തിൽ ഇത് വീണ്ടും ഒരു മൾട്ടി ഡേ ഹൈൻ്റെ അവിടെയായിട്ടാണ് മൾട്ടി ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു ദിവസത്തിൻ്റെ ട്രേഡിംഗ് ഡേ ഈ ലാസ്റ്റ് 3-4 ഡേയ്സിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ലാസ്റ്റ് 4 ഡേയ്സിൻ്റെ ഹൈയിൻ്റെ തൊട്ട് മുകളിലാണ് 24,700 നിൽക്കുന്നത്. സോ ഇതുവരെയ്ക്കും അവർ കൺട്രോൾ ചെയ്തു. കഴിഞ്ഞ 4 ദിവസമായിട്ട് അവർ കൺട്രോൾ ചെയ്തു. പിന്നെ അവിടെ വരുമ്പോൾ ഈ 152, 162 ഈ 10 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കണം എപ്പോഴും. ഓക്കെ, അപ്പം ഈ CE അതിൻ്റെ മുകളിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ പേടിച്ചു, അല്ലെങ്കിൽ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. അപ്പോൾ അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താ പറ്റുക, അവർ വിറ്റതിനെ വാങ്ങിക്കുമ്പോൾ എന്താ പറ്റുക, CE വിറ്റ ആൾക്കാർ CE വാങ്ങിക്കുമ്പോൾ എന്താ പറ്റുക, അതാണ് ഫ്രഷ് ബയ്യിങ് എല്ലാം ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊരു കാരണമാണ്. അപ്പോൾ CE സെല്ലേഴ്സ് വിൽക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻ ബയ്യർ വാങ്ങിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇത് വന്നിട്ട് എക്സാമ്പിളാണ്. അപ്പം നമുക്ക് എവിടെ വേണോ നോക്കാം. ഇപ്പോൾ 24,500 ആണ് താഴെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ഫ്ലാറ്റ് ഓപ്പൺ ആകുമ്പം താഴെ വരുമ്പം ഈ 500 24,500 എന്ന് പറഞ്ഞ പ്രൈസ്
അതേ 152 60 എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ നിഫ്റ്റി സ്പോട്ട്. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഞാൻ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ്. കാര്യത്തിൽ പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം ഇതിൻ്റെ മൂവ് പോലെയാണ്. ഇത് 90% ആൾക്കാർ യൂട്യൂബിൽ കാണിക്കാറില്ല, ഇടാറില്ല. നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്തോ. ഓക്കെ, എല്ലാവരും സ്പോട്ട് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയല്ല. എസ്പെഷ്യലി ഓപ്ഷൻ ട്രേഡറിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ ഓപ്ഷൻ ബയറാണ്. ഫ്യൂച്ചറിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് പ്രീമിയം മൂവ് ആകുന്നത്. ആദ്യം ഇത് എല്ലാവരും ഉറപ്പിച്ച് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വാസമല്ലെങ്കിൽ ഒരാഴ്ച കുത്തിയിരുന്ന് കാണുക. ഇതിൻ്റെ മൂവ്മെൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ മൂവ്മെൻറ്റ് പ്രീമിയം മൂവ് ആവുള്ളൂ, അല്ലെങ്കിൽ പ്രീമിയം മൂവ് ആകില്ല. ഓക്കെ, ഇത് വന്നിട്ട് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ മുകളിലുള്ള ലെവലും താഴോട്ടുള്ള ലെവലുമാണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് നമുക്ക് 562 സോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവല് ഇവിടെയാണ് നമുക്കിങ്ങനെ നിൽക്കുന്നത്. നോക്കുക. ദെൻ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഇങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്ന ലെവല്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം നിങ്ങൾ എന്താ ചെയ്യാൻ വെച്ചാൽ ഫ്യൂച്ചറിൻ്റെ പ്രൈസിൽ ഈ 562 72 ഇടയ്ക്ക് എങ്ങനെയാണ് വർക്കാകുന്നതെന്നുള്ളത് നോക്കുക. ഇതിൻ്റെ ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കേണ്ടത്, സ്പോട്ടിൻ്റെ അല്ല, ഫ്യൂച്ചറിൻ്റെ ആണ്. സോ അത് സ്പോട്ടിലോട്ട് മാറിയിട്ടില്ല. സ്പോട്ടിലോട്ട് മാറുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഫ്യൂച്ചറിലാണിത്, ഇതിൻ്റെ ട്രേഡിങ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഇന്നലത്തെ ചാർട്ട് നമ്മൾ ഇടാൻ പറ്റിയില്ല, ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് അക്യൂറസി തന്നേക്കുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി കൂടുതൽ അനാലിസിസുമായിട്ടും പിന്നെ കുറച്ച് ആൾക്കാർ കമൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ കൂടുതൽ കമൻറ്റും കൂടുതൽ ലൈക്സും കൂടുതൽ ഷെയറും യൂട്യൂബിൽ കൊടുക്കുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.